മാത്യൂസ്. എൻ്റെ പേര് സംഗീത്. എൻ്റെ പേര് അലൻ. ഞങ്ങൾ GHS അട്ടേക്കാന സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഇതാണ് നമ്മുടെ പ്രൊജക്ട് എക്കോ ഫ്രണ്ട്ലി റൂഫ് കൂളിംഗ് മാറ്റ്. വേനൽക്കാലത്ത് മേൽക്കൂരകൾ വളരെ ചൂടാകുന്നു, വീടിന്റെ അകവും അസ്വസ്ഥമാകുന്നു. ഈ പ്രശ്നം പരിഹരിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ മാറ്റ് തയ്യാറാക്കാൻ ഉപയോഗിച്ചത് എളുപ്പത്തിൽ ലഭിക്കുന്ന സാമഗ്രികൾ കൊണ്ടാണ്. ഫസ്റ്റ് ലെയർ കോർഷീറ്റ്. സ്പോഞ്ചിന്റെയും കോർഷീറ്റിന്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഓർബിസ് വെതറിയിട്ടുള്ളത്. ബേസ് ലെയർ ആയിട്ടാണ് സ്പോഞ്ച് പാളി റബ്ബർ ഷീറ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മാറ്റ് മേൽക്കൂരകളിൽ വിരിച്ചാൽ ചൂട് അകത്തേക്ക് കവിയുന്നത് തടയും. ഓർബിസ് ഉള്ള വെള്ളം പതിയെ ബാഷ്പമായി പുറത്തു വരുന്നതിനാൽ മേൽക്കൂരകളിൽ താപനില കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. പ്രായമായവരെയും കുട്ടികളെയുമാണ് ഈ പ്രശ്നം സാരമായി ബാധിക്കുന്നത്. മിക്ക ഫ്ലാറ്റുകളിലും ടൗണുകളിലും ഈ പ്രശ്നമുണ്ട്. ഇതിന്റെ പുറത്തടിച്ചിരിക്കുന്ന കളർ സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉപകരണമാണ്. ചൂടുകാലത്ത് മിക്കവരും AC-കൾ വാങ്ങിച്ചു കൂട്ടുന്നു. അതിനാൽ തന്നെ നമുക്ക് വളരെ രീതിക്ക് ഇലക്ട്രിസിറ്റി നഷ്ടമുണ്ടാകുന്നു. അതിനെ തടയാനാണ് നമ്മൾ എക്കോ ഫ്രണ്ട്ലി റൂഫ് കൂളിംഗ് മാറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. AC-യിൽ നിന്ന് വരുന്നുള്ള മാരകമായ വിഷാംശം അടങ്ങിയിരിക്കുന്ന വായുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെയും ഓസോൺ പാളിയെയും സാരമായി അത് ബാധിക്കുന്നു. ഈ വേനൽക്കാലത്ത് സാധാരണക്കാർക്കും മറ്റുള്ളവർക്കും വൈദ്യുതി ലാഭിക്കാനും ഞങ്ങളുടെ പ്രൊജക്ട് സഹായിക്കുന്നു. ഈ എക്കോ ഫ്രണ്ട്ലി റൂഫ് കൂളിംഗ് മാറ്റ് ഇതിന്റെ 3 ഉപകാരങ്ങളാണ് ഉള്ളത്. അത് സാധാരണക്കാർക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാണ്. ഇപ്പോൾ നമ്മൾ വെച്ചതുപോലെ വെച്ചാൽ വേനൽക്കാലത്ത് തണുപ്പ് ലഭിക്കും. അതുപോലെ തന്നെ ഇതിനെ തിരിച്ചു വെച്ചാൽ, അതായത് ബേസ് ലെയർ ആയിട്ടുള്ള റബ്ബർ ഷീറ്റിനെ തിരിച്ച് മുകളിലേക്ക് വെച്ചാൽ തണുപ്പ് കാലത്ത് ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ ഉപകാരം എന്തെന്ന് വെച്ചാൽ, പഴയ വീടുകളും സാധാരണക്കാരായ വീടുകളിൽ എല്ലാവർക്കും ചിലപ്പോൾ ചോരലുകൾ ഉണ്ടാവും, വാർപ്പിന്റെ ചോരലുകൾ ഉണ്ടാവും. അതിനെ തടയാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഉപകാരപ്രദമാണ്. വെള്ളം ഉള്ളിലേക്ക് കടക്കുന്നത് ഇത് നല്ല രീതിക്ക് തടയും. ചൂടുകാലത്ത് വെള്ളം ഒഴിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ടാങ്കിൽ ഓവർഫ്ലോ ആകുന്ന വെള്ളം ഒരു പൈപ്പ് കണക്റ്റ് ആക്കിയാൽ ഓവർഫ്ലോ ആകുന്ന വെള്ളം നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് വിടാവുന്നതാണ്. ഇതിനാൽ തന്നെ വീടിന്റെ മേൽക്കൂരയിൽ ഇത് തണുപ്പ് നിലനിർത്താൻ സഹായിക്കുന്നു, അതും ചൂടുകാലത്ത്. ഇതിന്റെ മിനിയേച്ചർ എക്സാമ്പിളാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഇതാണ് ടാങ്കിൽ നിന്ന് ഓവർഫ്ലോ ആയി വരുന്ന വെള്ളം എന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ചൂടുകാലത്ത് ടാങ്കിൽ നിന്ന് ഓവർഫ്ലോ ആയിരുന്ന വെള്ളം എന്ന് വിചാരിച്ചതിന് ശേഷം ഇത് നേരെ നമ്മൾ എക്കോ ഫ്രണ്ട്ലി റൂഫ് കൂളിംഗ് മാറ്റിലേക്ക് ഉയർന്ന് പതിച്ചിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഓർബിസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ വെള്ളം ഇതിന്റെ ഉള്ളിൽ നിന്ന് അബ്സോർവ് ചെയ്യുന്നു. അത് നേരെ ചൂട് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്ന ചെറിയ അംശത്തിലുള്ള ചൂട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുമ്പോൾ ഓർബിസിൽ നിന്നുള്ള വെള്ളം ചെറുതായി അലിഞ്ഞു പോകുന്നു. അലിഞ്ഞ് വെള്ളം നേരെ സ്പോഞ്ചിലേക്ക് കടത്തിയതിന് ശേഷം നമ്മളെ ബേസ് ലെയർ ആയിട്ടുള്ള റബ്ബർ ഷീറ്റിലേക്ക് വന്ന് പതിക്കുമ്പോൾ അത്യാവശ്യം തണുപ്പ് നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഇതിനെങ്ങനെയാണ് മഴക്കാലത്തും തണുപ്പ് കാലത്തും ഇത് ഉപകരിക്കപ്പെടുന്നത്, അതും ചൂട് ലഭിക്കാൻ. ഇത് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കുന്നു. ഇനിയാണ് നമ്മൾ മഴ വരുമ്പോൾ ഈ റബ്ബർ ഷീറ്റ് റിഫ്ലക്ട് ചെയ്യുന്നു. അതായത് വെള്ളത്തിനെ ഉള്ളിലേക്ക് കടക്കാണ്ട് പുറത്തേക്ക് തന്നെ മഴയെ കടത്തിവിടുന്നു. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന കളറാണല്ലോ കറുപ്പ്. അതുകൊണ്ട് തന്നെ സൺലൈറ്റിനെ ഇത് അബ്സോർബ് ചെയ്ത് താഴേക്ക് സ്പോഞ്ചിലേക്കും കൂടാതെ കൊയറിലേക്കും കൊടുക്കുന്നു. അങ്ങനെ സൺലൈറ്റ് ചൂട് താഴേക്ക് മേൽക്കൂരയിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് തണുപ്പ് കാലത്തും മഴക്കാലത്തും റൂഫിൽ നമുക്ക് ചൂട് നിലനിർത്താൻ. മൂന്നാമത്തെ പോയിന്റ്, എങ്ങനെയാണ് മേൽക്കൂരകൾ ഇതിനെ സംരക്ഷിക്കുന്നത്, ചോരാതെ സംരക്ഷിക്കുന്നത്. മഴക്കാലത്ത് വെള്ളം ഫസ്റ്റ് ലെയറിൽ തട്ടുന്നു, അതായത് കോർഷീറ്റിൽ തട്ടി നേരെ സ്പോഞ്ച് ലെയറിലേക്ക് വീഴുന്നു. അവിടെയാണ് നമ്മൾ ഓർബിസ് ഉള്ളത്. പക്ഷെ അതിനുശേഷം നേരെ റബ്ബർ ഷീറ്റിലേക്ക് ആ വെള്ളം പോകുന്നു. പക്ഷെ അവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഈ
ഈ തങ്ങി നിൽക്കുന്ന വെള്ളം അവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ സ്പോഞ്ച് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതായത് തങ്ങി നിൽക്കുന്ന വെള്ളം നല്ല രീതിക്ക് അബ്സോർബ് ചെയ്യുന്നു. പിന്നീട് തങ്ങി നിന്ന ജലം ചൂട് വരുമ്പോൾ ബാഷ്പമായി അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഇതൊരു സൈക്ലിംഗ് പ്രോസസ്സാണ്. ചൂട് കാലത്ത് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് സാധാരണക്കാരുടെ കയ്യിലെത്തിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. നന്ദി, നമസ്കാരം. നമസ്കാരം.